ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു സാറേ. ഇവിടെ ആരുമില്ലേ സാറേ? പുറത്ത് ആരും കാണുന്നില്ല. ഒന്ന് ഓണടി സാർ. എന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്താൽ മതി. അവരുടെ ചേട്ടൻ ഫോൺ എടുക്കും. ഹലോ ഹലോ, ഇതെന്താ ഗേറ്റ് തുറക്കാതെ? എത്ര നേരമായിട്ട് ഹോൺ അടിക്കുന്നു? മനസ്സിലായില്ല ആരാ? പോലീസാ. ഗേറ്റ് തുറക്ക്. സോറി സാർ, റോഡിലൂടെ എപ്പോഴും വണ്ടികൾ ഹോൺ അടിച്ച് പോകണമെന്ന് ശ്രദ്ധിച്ചില്ല. ഇപ്പൊ തുറക്കാം സാർ. ഇതാണോടാ നിന്റെ തള്ള? ആണോടാ? ഇപ്പത്ത് നോക്കി പറയണ നായെ നിന്റെ പെറ്റ തള്ള തന്നെയാണോ ഇത്? അതെ. കൊള്ള, നന്നായിട്ട് വളർത്തി. നല്ല അസല് മകൻ. ഇവിടെയല്ലേ അലീന എന്ന വേലക്കാരി പെണ്ണ് ആദ്യം ജോലിക്കുന്നത്? അന്നേ അവൾക്ക് പൈസയും സ്വർണവും കൊടുത്ത് വശീകരിക്കാൻ നോക്കി. അത് വല്ലതും നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇല്ല. ഇവൻ അവളെ ബാലചന്ദ്ര മേനോന്റെ വീട്ടിൽ വെച്ച് റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്ക്. ഒന്നുകിൽ അറിഞ്ഞു അല്ലെങ്കിൽ ഇല്ല. അറിഞ്ഞു. അപ്പോ എല്ലാവരും കൂടി ആലോചിച്ച് ആ കേസ് ഒതുക്കി തീർത്തതാ അല്ലേ? ഈ ബാലചന്ദ്ര മേനോന്റെ ഒരു മകളുണ്ടല്ലോ, ബബിത. അവളെയും ഇവൻ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കി. ഇവൻ ആരാ മോനെന്നറിയാവോ? നല്ല തങ്കപ്പെട്ട പുണ്ണാര മോനാ. ഞങ്ങൾ ഇതൊക്കെ അറിഞ്ഞത് എങ്ങനെയെന്നായിരിക്കും. ഇവന്റെ സകല ചരിത്രവും ഞങ്ങൾ ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ഇവൻ കുടിച്ച മുലപ്പാലുണ്ടല്ലോ, അതുവരെ ഛർദിപ്പിച്ചു. ഇവന്റെ മുറി ഒന്ന് കാണിച്ചു തന്നാട്ടെ. മയക്കുമരുന്നും അശ്ലീല മാസികയും എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ സ്ഥലം കാണിച്ചു തന്നാട്ടെ. ഞങ്ങൾക്ക് സമയം തീരെയില്ല. ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം വേറൊരുത്തനെ കൊണ്ട് അവന്റെ വീട്ടിൽ പോകാൻ. കേറിച്ചെടാ പുറകെ. ഇതാണോ നിന്റെ റൂം? ഇതാ എന്റെ റൂം. ഇത് തന്നെയാണോ ഇവന്റെ റൂം? അതെ. തുറക്കടാ. കേരളത്തോട്ട് കേറി പോടാ. നിന്റെ ലാപ്ടോപ്പ്, മെമ്മറി കാർഡ്, നിന്റെ CD, പിന്നെ നിന്റെ പെൻഡ്രൈവ് എല്ലാം എടുക്ക്. സാറേ വിലങ്ങ്. നീ കാണിച്ചു തന്നാ മതി. തിരയണ്ട. തിരച്ചിലൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം. സാറേ ഡ്രോയറിലുണ്ട്. PC എടുക്കണോ? ബാക്കി ഇതിലുണ്ട് സാറേ. മറ്റേ സാധനം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്? എന്റെ കയ്യിലില്ല സാറേ. നിന്റെ കൈവശം ഉണ്ടല്ലോടാ. നീ രണ്ടുപേർക്ക് കൊടുത്തായിരുന്നല്ലോ. എവിടെ? ഇല്ല, എന്റെ കയ്യിലില്ല. എടുക്കടാ, സാധനം എടുക്കടാ. വേഗം എടുക്കടാ. ഇനി ഉണ്ടോടാ? ഇതാണ് അപ്പൊ നിന്റെ മയക്കുമരുന്ന് അല്ലടാ? PC തൊണ്ടി മുതല സൂക്ഷിച്ചു വെക്കണം, നഷ്ടപ്പെടരുത്. നീ വാടാ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോടാ? ഇല്ല സാർ. കഞ്ചാവ്, MDMA, ഹാഷിഷ്? ഇല്ല സാർ. അല്ല, നീ പഠിക്കാൻ പോകുന്നവരാണല്ലോ, കോളേജ് കുമാരൻ. നീ പഠിക്കുന്ന വിഷയങ്ങൾ അത്യുഗ്രൻ. ഒന്നാമത് പെൺവിഷയം. അതില് നിനക്ക് ഡബിൾ ഡോക്ടറേറ്റ് തന്നെ കിട്ടൂടാ. PC ഇവന്റെ അലമാരയിലെ തുണികളൊക്കെ ഒന്നുകൂടെ തപ്പി നോക്കി. എന്തെങ്കിലുമൊക്കെ കാണും ഇനിയും. കമലെ. ഹലോ, എന്റെ ശിവേട്ടാ, ഞാൻ എത്ര വിളിച്ചു. ഇന്ന് രാവിലെ മുതൽ വിളിക്കുവാ. കമലെ, ഞാൻ റിയാദ് വരെ ഒന്ന് പോയിരിക്കായിരുന്നു. ഇന്നലെ രാത്രി പോയതാ. എവിടെ പോവുകയാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ ശിവേട്ടാ? ഞാൻ ഇവിടെ കിടന്ന് എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? എനിക്ക് വയ്യ. നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കമൽ. കമ്പനി എന്നെ റിയാദിലോട്ട് അയച്ചതാണ്. ഫ്ലൈറ്റിൽ വെച്ച് വിളിക്കാൻ പറ്റൂ. എന്റെ കൂടെ മാനേജ്മെന്റ് സ്റ്റാഫൊക്കെ ഉണ്ടായി. റിയാദിൽ ചെന്ന ഉടനെ മീറ്റിംഗ്സ്, കോൺഫറൻസ്. അത് കഴിഞ്ഞ ഉടനെ തിരിച്ച് ഇങ്ങോട്ട് ഫ്ലൈറ്റ്. എനിക്കറിയാലോ ഫ്ലൈറ്റിനകത്ത് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നോടൊന്നും പറയണ്ട. എനിക്കിനി ജീവിച്ചിരിക്കണ്ട, ചത്തേച്ചാ മതി. എന്നാ നീ എന്നാ പറ്റിയെന്ന് പറ കമലെ. ഹരിയുടെ കേസിന്റെ കാര്യം നാട്ടുകാരും മുഴുവനും അറിഞ്ഞു ശിവേട്ട. ഇവിടെ ഗേറ്റിന്റെ മുമ്പിൽ കുറെ നാട്ടുകാർ വന്ന് നിന്ന് കല്ലേറും ചീത്തപണിയും ഒക്കെ ആയിരുന്നു. കുറച്ചു മുമ്പ് ഹരിയും കൊണ്ട് പോലീസ് ഇവിടെ വന്നു. ഹരിയും കൂട്ടിക്കോട്ടെ. എന്തിന്? തെളിവെടുപ്പിനാണെന്നാ പറഞ്ഞത്. വേലങ്ങൊക്കെ വെച്ചോണ്ടാ കൊണ്ടുവന്ന്. എന്നാ തെളിവെടുപ്പ്? നീ ചോദിച്ചില്ലേ? മറ്റേ പെണ്ണിനെ പീഡിപ്പിച്ചെന്നല്ലേ പരാതി. ഹരിയെ ഉൾപ്പെടെ 4 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു പോലീസുകാർ. ചുമ്മാ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതി. അതിന് തെളിവ് വേണ്ടേ? ഒരു പെണ്ണ് പരാതി കൊടുത്താൽ ഉടനെ അറസ്റ്റ് ചെയ്യാൻ ഇരിക്കുവാണോ പോലീസ്? ചെടിയെടുത്തായിരിക്കും ചോദ്യം ചെയ്യാനായിട്ട്. ഞാനൊന്ന് അന്വേഷിക്കും. നീ പേടിക്കണ്ട. ഇതെനിക്ക് ഇവിടെ ഇരുന്ന് കൈകാര്യം ചെയ്യാനുള്ളതേ ഉള്ളൂ. ആ പെണ്ണ് പോലീസിനോട് പറഞ്ഞേക്കുന്നത് അവള് റേപ്പ് ചെയ്തു നോക്കിയാ. അതല്ലേ പറഞ്ഞത്, തെളിവില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. മനുണ്ടോ അവിടെ? അവനിവിടെ ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി ഹരിയുടെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ജന്മം ചെയ്ത് അവൻ പോകത്തില്ല. ഞാൻ എന്നാ ചെയ്യും? ഞാനൊരു പെണ്ണായി പോയില്ലേ ശിവേട്ട? ഇല്ലെങ്കിൽ ഞാൻ പോയനെ. നീ വിഷമിക്കണ്ട, ഞാൻ മനുവിനെ വിളിക്കട്ടെ. മധുസൂദനൻ ആയല്ലേ ഇപ്പൊ പാലാ DSP. എനിക്കറിയാളെ. നീ കൊള്ളിട്ടിക്കോ. മനു ഇതവിടെ പോയി. ഹലോ അച്ഛാ. മനു നീ വീട്ടിലുണ്ടോ അച്ഛാ? നീ എന്നാ ഹരിയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാതെ ആ DYSPയും CA ഒക്കെ ഒന്ന് കാണണ്ട. അച്ഛൻ എന്തറിഞ്ഞോടെ പറയാം? അച്ഛാ, ഇതൊരു നിസ്സാര കേസല്ല. എടാ, നമ്മുടെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ള കളിയല്ലടാ ഇത്. അച്ഛനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാ. അച്ഛൻ അറിഞ്ഞ പോലെ ഒന്നും അല്ല കാര്യങ്ങള്. കമല പറഞ്ഞല്ലോ, ഏതോ പെണ്ണ് ഹരിയുടെ കയ്യിൽ നിന്ന് കാശടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള പണിയാണെന്ന്. അച്ഛനോട് ഞാൻ എങ്ങനെ പറയുന്നത്? ഹരി പ്രേമിച്ചോണ്ടിരുന്ന പെണ്ണാത്. കൂട്ടുകാരന്റെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ അവൻ കള്ളം പറഞ്ഞ അവൻ അവളെ ആൾത്താമസില്ലാത്തൊരു വീട്ടിൽ കൊണ്ടുപോയി കടപ്പാട്ടൂരെ രോഹി അടക്കം 4 പേരുണ്ടായിരുന്നു അവിടെ. ആ പെണ്ണിനെ മയക്കുമരുന്ന് കൊടുത്ത അവന്മാരും എന്നതാ ചെയ്തെന്ന് അച്ഛൻ അറിയാണ്ടിരിക്കുന്നതാ നല്ലത്. നാളെ ഇത് കേരളം മുഴുവൻ അറിയും. ഗൾഫിൽ വരും വാർത്തയും പണവും. പിന്നെ ഇവിടുത്തെ ചില TV ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നു തുടങ്ങി. അച്ഛൻ വിചാരിക്കുന്ന പോലെ കുറച്ച് പണം കൊടുത്ത് ഊരി പോരാവുന്ന കേസ് അല്ലിത്. നാളെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യം പോലും കിട്ടത്തില്ല. റിമാൻഡ് ചെയ്ത് സബ് ജയിലിൽ അടയ്ക്കുള്ളൂ. അത്രയും വലിയ കേസാണല്ലോ അവൻ. ആർക്കും ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല അച്ഛാ. അച്ഛൻ ഇവിടെ വരെ ഒന്ന് വരണം. അല്ലാതെ ഒരു രക്ഷയില്ല. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ശരി, ഞാൻ വരാൻ പറ്റുമോ നോക്കാം. നീ കെട്ടിയത്. ശരി. PC സാറേ ഗേറ്റ് ലോക്ക് ചെയ്തിരിക്കാം. ഓൾറെഡി ആരാച്ചി? പോലീസാ? അയ്യോ, പോലീസോ? ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. നിന്നെ ഈ വീട്ടിലുള്ള ആരെങ്കിലും ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. ഇവിടെ വെച്ച് ചോദിക്കാലോ. ഇവിടെ വെച്ച് ചോദിക്കണോ സ്റ്റേഷനിൽ വെച്ച് ചോദിക്കണോന്ന് അതൊക്കെ പോലീസ് തീരുമാനിക്കും. സാറേ, ക്യാമ്പിലോട്ടാണോ അതോ സ്റ്റേഷനിലോട്ടാണോ?